ഹലോ ഗൈസ്, ഹർഷിത വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ്, കൂടെ വാട്ടേറ്റിൻ്റെയും. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നത് ഉച്ച സമയത്താണ്. കാരണം രാവിലെ ഞാൻ ഡാൻസ് സ്കൂളിലായിരുന്നു. നല്ല സാരമില്ല, കിടക്കുന്നല്ലോ രാത്രിയാവാൻ. കൂടെ വാട്ടേറ്റിൻ്റെയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ച സമയത്ത് ചോറുണ്ട് കഴിഞ്ഞാലും എനിക്ക് വിശപ്പ് വരും. അതങ്ങനത്തെ ഒരു സൈക്കോയാണ് ഞാൻ. ഏത് വഴിയിലൂടെ വിശപ്പ് വരണേന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വല്ലതും കുറച്ചുകൊണ്ടിരിക്കും. അതും കൂടെ കാണിക്കാമല്ലോ. ഓക്കെ, അതാണ് നിങ്ങളിത് കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇത് തലയിലിട്ടത്. ഇത് കാറ്റ് സമയത്തൊക്കെ ചെവിയിലോട്ട് കാറ്റ് കയറാതെ നമ്മൾ ഇത് വെക്കുമല്ലോ. ചിലതൊക്കെ ഇവിടം വരെയുള്ളൂ, ചിലതൊക്കെ ഇങ്ങോട്ട് താഴോട്ടുണ്ട്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ എന്തുവാ പറയുന്നതെന്ന്. എല്ലാം തെറ്റിപ്പോവാ, ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. ചിലപ്പോഴൊക്കെ ഞാൻ കമൻറ്റ് ഓഫ് ചെയ്ത് വെക്കും, ചിലപ്പം ഞാൻ കമൻറ്റ് ഓൺ ആക്കും. അങ്ങനെ ഇതൊന്നും പറയാതെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ടല്ല, വീഡിയോയിലോട്ട്. ഓക്കെ ഗൈസ്, നമുക്കിതൊന്ന് ഊരി വെക്കാം. പണ്ടാരം ചൂടെടുത്തിട്ട് വയ്യ, ഞാൻ കൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അടുക്കള വാതിലിൻ്റെ അടുത്താണ്. അപ്പുറത്ത് സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നെയിൽ കളർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. കുപ്പിവള ഇന്ന് ഞാൻ ഡാൻസ് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയ ഒരു പച്ച ഉടുപ്പാണ്. അതിൻ്റെ കൂടെ ഞാൻ ഈ പച്ച കുപ്പിവള ഇട്ടാണ്. ഒരു കയ്യിലില്ല, ഈ ഒരു കയ്യിൽ വാച്ച് കെട്ടിക്കൊണ്ടുപോയി, ഈ ഒരു കയ്യിൽ ഈ ഒരു കുപ്പിവള. രണ്ടെണ്ണം ഉണ്ട്. അതിലൊരെണ്ണമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒരെണ്ണം ഞാൻ അവിടെ വള ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ താത്ത് വെക്കും. എൻ്റെ കൈ പൊങ്ങത്തില്ല, ഇങ്ങനെ താവാന്നിരിക്കത്തേ ഉള്ളൂ. കൈവേദന എടുക്കും. പിന്നെ കൈവേദന ഇങ്ങനെ നീട്ടി വെക്കുന്നൊരു സാധനമില്ല, നമ്മളിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. ആ സാധനം വേണമെന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് മേടിച്ചു തന്നില്ല. ഇത് ഞാൻ പണ്ട് കൊച്ചിലെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാണ്. കാണിച്ചു തരാം. കണ്ടോ, ക്യൂട്ടസ് വെച്ചൊക്കെ ഞാൻ പെൻസിൽ വെച്ചും വരച്ചേക്കുക. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എന്തുവാ പറഞ്ഞു നിർത്തി? ഇത് കൊച്ചിലൊക്കെ ചെയ്ത് വെച്ചതാ. പിന്നെ എന്തുവായിരുന്നു പറഞ്ഞു നിർത്തി? കുപ്പികളുടെ അല്ല, കുപ്പികൾ അവിടെ ഇരിപ്പുണ്ട്. വളയിട്ട് വെക്കുന്ന പാത്രത്തിനകത്ത്. പിന്നെ വാച്ച് അവിടെ ഊരി വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ വാച്ചാണേ. അപ്പം ഞാൻ ഡാൻസ് സ്കൂളിൽ നിന്നും ചോറ് കഴിച്ചു, ഇവിടെ വന്നും കഴിച്ചു. അത് അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് കഴിച്ചതാണ്. അവിടെ ഡാൻസ് സ്കൂളിൽ ചിക്കൻ, നാരങ്ങ അച്ചാർ, ഡബിളോലിക്ക അച്ചാർ, പിന്നെ പല അച്ചാറുണ്ട്. പിന്നെ മോര് കറി, പച്ചമോര്, ചോറ്, ഇത്രയേ ഉള്ളൂ. നല്ല ചെമ്പാവരി ചോറ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കുറച്ച് സാമ്പാറും ചോറും പപ്പടവും മുട്ട പൊരിച്ചത്. എൻ്റെ ഭഗവാനെ, ഒറ്റ ദിവസത്തെ ചിക്കൻ, മുട്ട, പപ്പടം. എൻ്റെ ഭഗവാനെ, നാളെ വയറിറങ്ങും. വയറിറങ്ങുമെന്ന്, വയറ് ഇളകും. എൻ്റെ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ചുമ്മാ തള്ളക്കല്ലേ. നിങ്ങൾക്ക് ബോറടിക്കും, ഞാൻ വേറെ വല്ലതും കളിക്കാം. ഹായ് ഗൈസ്, മൊത്തം പൊടിയാ. ഇതെന്തിനാ വെളിയിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ദോഷം കൊണ്ട് വെളിയിൽ വെച്ചേക്കുന്നത് കേട്ടോ. ഗൈസ്, ഇവിടെ ഇരുന്ന ഒരു പൈപ്പ് പോണ്ട് അവിടെ പോയി ഇരിക്കുന്നു. അതൊരു കാര്യത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാ. ഇത് എവിടാ വെച്ചേക്കുന്നത്? അങ്ങനെ കണ്ടു ഗൈസ്, ഇവിടെ സിമെൻ്റൊക്കെ വെച്ച് നമ്മൾ ചെയ്തേക്കുക. വെള്ളത്തിൽ തുണികൾ എല്ലാം മുക്കിയിട്ടേക്കുവാണ്. അതെ, ഇവിടെ കുടമൊക്കെ ഇരിപ്പുണ്ട്. കുടത്തിനാട്ട് വെള്ളം ചെലന്തി. വെയിൽ ഓടിക്കോ. വെയില് എന്തുവാടാ അവിടെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. എന്തോ എൻ്റെ ഓട്ടിൻ്റെ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റോഡ്. ഒരാൾ പോന്ന്. ഇവിടെ പോടേ. ഇവിടെ മൊത്തം പോസ്റ്റലും അവിടെ ഇവിടെ ആയിട്ട് അതുകൊണ്ട് ട്രെയിൻ പോലെ ട്രെയിൻ ഗോയാവേ. അതുകൊണ്ട് ഒരെണ്ണം
മാല പോലെ ഞാൻ കാണിച്ചു തരാം. ഈ മാല കൊള്ളാം. അങ്ങോട്ടുണ്ട്, ഇവിടം വരെയല്ല, അങ്ങോട്ടുണ്ട്. അഡ്വക്കേറ്റ് KV അരുണിനെ വിജയിപ്പിക്കുക. ഓക്കെ, ഇതെന്തുവാ? നമ്മുടെ ചിഹ്നം താമര, നമ്മുടെ ചിഹ്നം താമര, നമ്മുടെ ചിഹ്നം താമര, നമ്മുടെ ചിഹ്നം താമര, നമ്മുടെ ചിഹ്നം താമര. എന്തുവാടിത്? മുന്നേറാം നാം ഒരുമിച്ച്, നാട് ഒരുമിച്ച്. ഓ കൊള്ളാം. ഒരു പട്ടിക്കുഞ്ഞ് പോലും, മുമ്പ് ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. കണ്ടോ? അവിടെ ആരാ ഇരിക്കുന്നേ? നവീനും ആരെയാണോ എന്തോ. ഇവിടെ വിളിച്ചു പറയുന്നേ, ഇവിടെ വിളിച്ചു പറയുന്നേ, എവിടെയൊക്കെയാണോ വിളിച്ചു പറയുന്നേ? ഒരു ചേച്ചി അങ്ങോട്ട് പോയി, അത് അവിടുന്ന് അങ്ങോട്ട് പോയതാണ്. അവിടെ ഒരു ആശുപത്രി ഉണ്ട്, അവിടുന്ന് അങ്ങോട്ട് പോയതാണ്. ഗൈസ് സോറി, വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ചരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ലോങ് ആയിട്ട് ഞാൻ ചരിച്ചങ്ങ് എടുത്തു. ഇനിയിപ്പം നേരെയാവും, കണ്ടോണേ ഗൈസ്. ഇപ്പം നേരെയാവും. നേരെ ഗൈസ്. ഇന്നലെ ഇതുകൊണ്ടില്ല ഫ്ലെക്സ് ഇരിക്കുന്ന നവി സ്ഥാനാർത്ഥി ഇതുവഴി പോയി. അപ്പം എന്നോട് ചോദിച്ചു, മക്കളെ അമ്മയോട് പറയണം ഒരൊട്ടെങ്കിലും എനിക്ക് തരാൻ. അപ്പോൾ പറഞ്ഞേ അമ്മയോട് പറയേ, ഇപ്പം തന്നെ തരും നിൻ്റെ മനസ്സിൽ. അപ്പം ആശുപത്രിയുടെ അപ്പുറത്ത് ഒരു കളി ഷോപ്പുണ്ട്, അവിടുന്ന് വരുന്ന ബംഗാളികളാണ്. അപ്പുറത്തോട്ട് ചാടാൻ നോക്കുവാണ്. ഓടി വന്ന് മതിലിൻ്റെ അപ്പുറത്ത് നോക്കുക ഈ അപ്പൂപ്പൻ. ചാടാൻ നോക്കിയതാ. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടുകൊണ്ട് അങ്ങ് നടന്നങ്ങ് പോയി കേട്ടോ. പിന്നെ എന്നെ ഇങ്ങോട്ട് നോക്കിയില്ല. എന്തോ പരിപാടിക്കാ ഗൈസ്. ആ മാമൻ ചരിച്ചു പിടിക്കട്ടെ. ആ മാമൻ അപ്പൻ അപ്പുറത്തോട്ട് ചാടാൻ നോക്കിയതാ. എന്നെ കണ്ടോണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടോണ്ട് അങ്ങ് പോയി. അതുകൊണ്ട് ഗൈസ് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തൊന്ന് ചാടുന്നു ഗൈസ്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ പുല്ല് കളിച്ചിരിക്കുക. കാണിച്ചു തരാം, ഞാൻ മുമ്പേ കാണിച്ചുതരാം. പുല്ല്. വണ്ടി വരുന്നുണ്ട് ഗൈസ്. അത് ആശുപത്രിയിലോട്ടായിരുന്നു. ആർക്കറിയാം ആശുപത്രിയിലോട്ടാണ് അല്ലെങ്കിൽ ഷാപ്പിലോട്ടാണ്. പിന്നെ ഞാൻ എന്തുവായിരുന്നു പറഞ്ഞു നിർത്തിയേ? നവീൻ ചേട്ടൻ ഒരു ഓട്ടം തന്നെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പം തന്നെ വരും. അപ്പോൾ എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. നവീൻ ചേട്ടൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നവീൻ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അതുകൊണ്ട് ഗൈസ് ഒരു അമ്മൂമ്മ നടന്നു വരുന്നു. ആശുപത്രിയിലോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അമ്മൂമ്മ നോക്കുന്നത്. അതുകൊണ്ട് കട്ട് ചെയ്യട്ടെ. ശരി, എങ്ങോട്ടാണെന്ന് നോക്കാം. അയ്യോ, ആശുപത്രിയിലോട്ടല്ലേ ഗൈസ്, അത് ഷാപ്പിലോട്ടാണേ. ബൈ അമ്മൂമ്മേ, ബൈ. ഞാൻ നിങ്ങളെ വണ്ടികളും ആൾക്കാരെയും എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാതെയാണ്. ഒരമ്മൂമ്മ അതുവഴി പോയി, അതുകൊണ്ടാണ് എളുപ്പം ഞാൻ പറഞ്ഞത്. പോയി കറുപ്പും വെള്ളം എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കുക. ശബരിമല സീസൺ ആയതുകൊണ്ടാണ് കറുപ്പൊക്കെ ഇട്ടുകൊണ്ട് സാരി, കറുപ്പ് സാരി. ഇനി ഞാൻ ആരെയും കാണിക്കില്ല, നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വെച്ച്.
ഗൈസ്, എന്തല്ലേ സൂപ്പർ ക്ലൈമറ്റ്, നല്ല വ്യൂ, ബെസ്റ്റ് വ്യൂ. ഇവിടെ മാത്രമേ ഉള്ളൂ വ്യൂ. ഓ കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, അഡ്വക്കേറ്റ് നവീൻ മാത്യു. നവീൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നവീൻ, നമ്മുടെ നവീൻ 18ാം വാർഡാണ്. പിന്നെ ഈ അഡ്വക്കേറ്റ് അരുൺ കെ വിയും 18ാം വാർഡാണ്. ഗൈസ്, എന്താ നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്താ വീഡിയോയിലോട്ട് പറയാം, വീഡിയോയിൽ നമ്മൾ എന്ത് കാണിക്കും. എൻ്റെ പല്ല് കിടന്ന് കാണുന്നു, അണപ്പല്ലേ. ഇതല്ല, ഇതല്ല, ഇതൊക്കെ ആടി പറഞ്ഞതാ. ഇതല്ല, ഞാൻ ആട്ടിയിരിക്കും നാക്കും കൊണ്ട്. ഗൈസ്, ഞാനൊരു സത്യം പറയട്ടെ. ഇതെൻ്റെ അമ്മൂമ്മ പറഞ്ഞതാണ്. എൻ്റെ അമ്മൂമ്മ മരിച്ചുപോയി. 2025 ആഗസ്റ്റ് 24 ഞായറാഴ്ച അമ്മൂമ്മ കൃത്യം രാത്രി 11:30 അമ്മൂമ്മ മരിച്ചു. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അമ്മൂമ്മ മരിച്ചു. പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് ഇവിടെ കൊണ്ട് ഇറക്കി അമ്മൂമ്മ ബോഡിയാക്കി വിട്ടു. എന്നിട്ട് കൃത്യം 4 മണി വൈകുന്നേരം അടക്കി. അവിടാണ് ഞങ്ങൾ അയ്യത്താണ് അടക്കിയത് കാണിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകണം. അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് നടന്ന് അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ അടക്കി വെക്കുന്ന ഒരു വാഴയിലയും തെങ്ങും കുട്ടിയും എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ. അമ്മൂമ്മ പണ്ട് എപ്പോഴും എന്നോട് പറയും, മക്കളെ അമ്മൂമ്മയ്ക്ക് ഓർമ്മയില്ലായിരുന്നു, മക്കളെ തോണ്ട് തെങ്ങുകുട്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു, അമ്മൂമ്മ അവിടെ ആരും എടുത്തോണ്ട് പോകുന്നില്ല, അമ്മൂമ്മയ്ക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് അമ്മൂമ്മ പലതും പറയും. അപ്പം അമ്മൂമ്മ ഓർമ്മയുള്ള സമയത്ത് അമ്മയോട് പറഞ്ഞായിരുന്നു, ദാണ്ടെ ഈ ഒരു വീട്ടിൽ ഒരു യക്ഷി വന്നിരുന്നു. എങ്ങനെയാണെന്ന് അമ്മൂമ്മ കണ്ടതെന്ന് വെച്ചാൽ, ഒരു അമ്മൂമ്മയായിട്ട് അതിനകത്ത് കയറിയത്. പഴയ വീടാണ്, എൻ്റെ കുഞ്ഞമ്മയുടെ വീടാണിത്. പക്ഷെ കുഞ്ഞമ്മ ഇപ്പോൾ കണ്ടിയൂരാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ ഈ ഒരു വീട്ടിലൊരു യക്ഷി കയറിയിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു യക്ഷി കയറിയിരുന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിനകത്തൊരു യക്ഷി ഒരു അമ്മൂമ്മയാണ്. വെള്ള ഉടുപ്പും ഇട്ടുകൊണ്ട് വെള്ള സാരി ഇട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു സാധനം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്. ഉള്ളിലൊരു സാധനമുണ്ട്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ദാണ്ട് ഈ ഒരു വാതിലിലൂടെ ഒരു അമ്മൂമ്മ കയറി. ആ അമ്മൂമ്മ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അതാ ഞാനിപ്പോഴിതൊക്കെ അറിയുന്നത്. കുറച്ച് നാൾ മുമ്പ് അമ്മ എന്നോട് പറഞ്ഞു. അത് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞു കേട്ടോ. ഹലോ ഗൈസ്, ഇത് ഞാൻ ചുമ്മാതെ ഫാഷൻ കാണിക്കുവാണ്. നിങ്ങളൊന്നും വിചാരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ മുടി കെട്ടുവാണല്ല പേനെ നോക്കിയതല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം.
അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് വന്നതാണ്. ഞാൻ ഭയങ്കര ഫാഷൻകാരിയാണ് എൻ്റെ വിചാരം, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴിയും. മുഖം കഴുകാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനൊരു കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഈ സ്ക്രീനിൽ നോക്കി ഇങ്ങനെ സ്ക്രബ് ചെയ്യണം. എനിക്ക് ഈ വെള്ളം മുഖത്തൊഴിച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ ചുമ്മാ ഒരു രസമാണ്. നിങ്ങളെ കാണിച്ചല്ല, ഞാൻ അവിടെ കണ്ണാടി ഇല്ലല്ലോ ഈ സ്ക്രീനിൽ നോക്കി ചെയ്യുന്നത് ചെയ്യാം. പക്ഷെ ഞാൻ പലയിടത്തും നോക്കിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യം മറന്നുപോയി, നിങ്ങൾക്ക് ബോറടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ചാരി വെച്ച് ഇങ്ങനെ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു പട്ടിക്കുഞ്ഞ്. Yes, correct. Yeah. Okay. Guys, നമുക്കിനി വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയാണ്. വിളക്കൊക്കെ കഴുകണം. അത് അമ്മ കഴുകും, നമ്മൾ കത്തിക്കും. ചിലപ്പോൾ അമ്മ കത്തിക്കും എനിക്ക്. ഇത് കൊതു ഇരുത്തത്തില്ല, നമുക്ക് ഓടാം. നമുക്ക് ഓടാം ഗൈസ്. അച്ഛനെ കുണ്ടി മൊത്തം കടിച്ചു പിടിച്ചെന്ന് തോന്നുന്നു. നമുക്കിനിപ്പം എന്താ ചെയ്യാ? ഞാൻ പോക്കാൻ കഴിക്കാൻ പോവാ, നിങ്ങളെയും കൂടെ കാണിക്കാം. Let's go run. Let's go run. Yeah. Yes. Oh. Oh my god, eat it. Yes guys, അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഫോണിൻ്റെ മറ വന്നു മുഖം കഴുകാൻ നേരം. പിന്നെ ഈ പോക്കോണ്ട് ഇപ്പം മറവും വന്നു. മുഖം കഴുകാൻ നേരം മറവ് വന്നില്ല. അത് വേറൊരു വീഡിയോയിലായിരുന്നു. അത് പക്ഷേ ഞാൻ ഈ എഡിറ്റ് ചെയ്ത വീഡിയോയ്ക്കകത്തില്ല. Guys, talent. എന്താ മലയാളം? Guys,
എനിക്ക് വയ്യ, സ്കിപ്പ് ചെയ്തു ഗൈസ്. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കും, എനിക്കതറിയാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തു ഗൈസ്. ഞാനിനി ഇങ്ങനെ വീഡിയോ എടുക്കുവാൻ ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു. മതി കഴിച്ചതാ. ലെറ്റ്സ് ഗോ. കൊണ്ടുവച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഉല്ലാസപ്പെട്ട് വീണ വാഴമതി. ഗൈസ്, ഞാൻ വീണ്ടും വന്നു. സ്കിപ്പ് ചെയ്തു ഗൈസ്, സ്കിപ്പ് ചെയ്തു. എനിക്ക് വയ്യ, സ്കിപ്പ് ചെയ്തു ഗൈസ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ടിൻ്റെ റിവ്യൂ കേൾക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാട്ടിൻ്റെ സീൻ എന്നൊക്കെ പറഞ്ഞേക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കി പോണേ. ചുമ്മാ തരട്ടെ ഗൈസ്. ഒരു കൊച്ചിറക്കാൻ ഈ പോസ്റ്റിലെ ആ ഒട്ടിച്ചൊക്കെ കണ്ടിട്ട് തൂണ്ട് പപ്പ തൂണ്ട് എന്തോ ഒരാളിനെയൊക്കെ ഒട്ടിച്ച് വെച്ചേക്കോ, എന്നെ ഒട്ടിച്ച് വെക്കുവോ ചോദിക്കുക. രംഗണ്ണന്റെ പാട്ടൊക്കെ വെച്ചാലുണ്ടാക്കി. എന്റെ പൊന്നു നരിവേട്ട, മോനെ സീൻ ടഫുള്ളത് അവന്മാര് പാടിയതെന്നാ സീൻ. കൊള്ളാം. എന്തോ അനൗൺസ്മെന്റ് ചെയ്യുന്ന നോക്കട്ടെ. അയ്യോ, അനൗൺസ്മെന്റ് കഴിഞ്ഞു. ഇനി പാട്ട. ഞാനേ ഇങ്ങനെ നമ്മൾ നാക്ക് ചുരുട്ടത്തില്ലേ, അപ്പം എനിക്കെന്തോ നാണക്കേടാന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കത്തില്ല ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ. ചുമ്മാതല്ല, എനിക്ക് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇഷ്ടക്കേട് തോന്നും. അയ്യേ, ഈ പെണ്ണ് എന്താ കാണിക്കുന്നത്, അതാ. അതൊക്കെ പോട്ടെ, എനിക്ക് ഞാൻ കാണിക്കത്തില്ല.
അവിടെ എന്തോ വെട്ടം കാണുന്നു കേട്ടോ. എന്തോ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്ന കേൾക്കട്ടെ. നമ്മളെ കേട്ടിട്ടൊന്നുമില്ല. എന്നാലും ചുമ്മാ വലിച്ച് നരേന്ദ്രമോദിജി. അനൗൺസ്മെന്റ് നിർത്തി, പാട്ടായി. ഇനി നമുക്ക് രാത്രി കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി രാത്രി അത്താഴത്തിന് കാണാം. ഓക്കെ ഗൈസ്, ഇനിയാണെങ്കിലുണ്ടല്ലോ ഞാൻ മൂടിയും തുറക്കും. അങ്ങനെ ഒരു കാര്യം ഒറ്റ വീഡിയോയിൽ ഞാൻ പറയത്തില്ല. അതങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി തിങ്കൾ ചൊവ്വ നോ സ്കൂൾ, ഓട്ട്. ഓക്കെ, ഇനി ബൈ. ഗൈസ്, അപ്പം ഞാൻ ഇന്നലെ അത്താഴം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു. അപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്താണ്, എൻ്റെ അരയമ്മാമ്മൻ്റെ വീട്ടിലാണ്. അപ്പം ഇത്രയുള്ള വീഡിയോ. ബൈ.